ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എഫ് വെർഷൻ 2ൻ്റെ മീറ്ററാണ്. വാട്ടർ ഡാമേജ് പിന്നെ ഓണാകുന്നില്ല, ഡിസ്പ്ലേ മൊത്തം കലങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം, ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത്. ഡിസ്പ്ലേ മാറ്റണം, പിന്നെ അതിന് ഓണാവാത്ത പ്രശ്നം കൂടി നമുക്ക് ശരിയാക്കണം. ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ ബോർഡിങ് നോക്കുമ്പോൾ വാട്ടർ ഡാമേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് ഡിസ്പ്ലേ ഒന്ന് ഇതിൻ്റെ റിമൂവ് ചെയ്തെടുക്കാം. ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ ട്രാൻസിസ്റ്ററും പിന്നെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എന്താ കംപ്ലൈൻറ്റ് ഉള്ളത് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഈ പവർ ട്രാൻസിസ്റ്റർ പിന്നെ ഒരു SMD PNP SMD ആണ് ഇതിൽ കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ മാറ്റി. ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്തു. അപ്പോൾ മീറ്ററിൻ്റെ ബോർഡിൻ്റെ പ്രശ്നം നമുക്ക് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ഇത് F ഒന്ന് എപ്പോഴും പവർ കൂടുതൽ, അതായത് 6 യൂണിറ്റിന് നമ്മളെ മീറ്റർ ബോർഡിലേക്ക് പവർ കൂടുതൽ വരുമ്പോൾ പോകുന്ന സാധാരണ SMD ട്രാൻസിസ്റ്ററും പിന്നെ പവർ ട്രാൻസിസ്റ്റർ ഇത് രണ്ടും പോകും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഡിസ്പ്ലേ ഒന്ന് മാറ്റാം. നമുക്കിൻ്റെ ബോഡിയിലേക്ക് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. ആദ്യം ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ഫിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പിന്നൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡിസ്പ്ലേൻ്റെ പിന്നടക്കം പൊട്ടിപ്പോവും. അപ്പോൾ ഓക്കെ, ഡിസ്പ്ലേ ബോഡിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ബോർഡിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ബോർഡിലേക്ക് ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് സോൾഡറിങ് പേസ്റ്റ് ഇട്ടിട്ട്, ആദ്യം നമ്മൾ സോൾഡറിനൊക്കെ മുമ്പേ സോൾഡറിങ് പേസ്റ്റ് അതിലേക്ക് പിടിപ്പിക്കണം. അതിൻ്റെ ശേഷം നമ്മൾ സോൾഡർ ചെയ്യാൻ പാടില്ല, എന്നാലേ നമുക്ക് ആ വൃത്തിയിൽ ഒന്ന് സോൾഡർ ചെയ്ത് കിട്ടും. ഇത് ഓണായി ആ ഫുള്ള് ഡിജിറ്റ് കാണില്ല. ആദ്യം നമുക്ക് സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വൃത്തിയിൽ ഡിജിറ്റ് കാണാൻ പറ്റും. ഇതൊന്ന് മൊത്തത്തിലൊന്ന് സോൾഡർ ചെയ്തെടുക്കട്ടെ. പ്രോസസ്സിടെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ഡിസ്പ്ലേ മാറ്റുമ്പോൾ അതിൻ്റെ മുകളിൽ കവർ ഉണ്ടാവും. ഈ കവർ നമ്മൾ മറക്കാതെ എടുക്കണം. എന്തായാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ചൂടാകുമ്പോൾ, ഡിസ്പ്ലേ ചൂടാകുമ്പോൾ ആ കവർ മാത്രം ഇങ്ങ് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ആ കവറിനെ നമ്മൾ എന്നും റിമൂവ് ചെയ്യണം. ഇനി ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഓൺ ചെയ്ത് എല്ലാം ക്ലിയറാണ്, യാതൊരു പ്രശ്നമില്ല ഇതിൽ. ഓക്കെ, താങ്ക് യു.